ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോൺസ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനെക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്ക് ഇട നന്നായിട്ട് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 500 ഗ്രാമിൻ്റെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രൈൻഡർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനായതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓവർ കുക്കാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് അളവില്ല കേട്ടോ. നമുക്ക് എത്ര എരിവിന് ആവശ്യത്തിന് വേണ്ടത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അധികം പണിയൊന്നുമില്ല. ഇനി നമ്മളെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഈ ഫില്ലിങ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മളെ ഡോ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഓവറായിട്ട് കുഴക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം.
ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഓരോ ബൗൾസ് ആക്കി എടുക്കണം. ഇത് ഈ ഒരു വലിപ്പത്തിനുള്ള ബൗൾസാണ് കേട്ടോ വേണ്ടത്. ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചിക്കൻ റോളിനൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നല്ല നീളത്തിലൊന്നുകൊണ്ട് പരത്തിയെടുത്താൽ മതി. ഒരു ഓവൽ ഷേപ്പിലൊക്കെ ഒന്നുകൊണ്ട് ജസ്റ്റ് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം. ഇനി ഇത് അതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. രണ്ട് വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അടുത്തതും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാ റോൾസും റെഡിയാക്കി ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആവാനും അതുപോലെ ഒരു ഗോൾഡൻ കളർ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒറിഗാനും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിട്ട് കൊടുത്താൽ. ഇനി ഇതൊരു 15 മിനിറ്റും കൂടി നന്നായി കവർ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ റോള് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് തന്നെയാണത്. ചെമ്മീനായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്. നമ്മൾ പെന്നിൻ്റെ ഉള്ളിലേക്കൊരു മസാല വെച്ച് കഴിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് കിട്ടുന്നത്. ഇതാ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.